കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സ്കൂട്ടർ ഓടയിലേക്ക് മറിഞ്ഞ് യാത്രികന് പരിക്കേറ്റു. ഒളവണ്ണ സ്വദേശി നിസാറിനാണ് പരിക്കേറ്റത്. മാനാഞ്ചിറ മലാപ്പറമ്പ് റോഡിൽ നിർമ്മാണം നടക്കുന്ന ഓടയിലേക്കാണ് വീണത്. CCTV ദൃശ്യങ്ങൾ ലഭ്യമാണ്. ഇതിലേക്ക് ഇംതിയാസ് കരീമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ഇംതിയാസ്, എപ്പോഴായിരുന്നു ഈ അപകടം? പരിക്കേറ്റ ആളുടെ ആരോഗ്യനില, മറ്റു വിവരങ്ങൾ? പ്രതീക്ഷ, കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് ഈ സംഭവം. ആ സ്ഥലത്താണ്, അപകടം നടന്ന സ്ഥലത്താണ് ഞാനുള്ളത്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് വരുമ്പോൾ സിഗ്നൽ കഴിഞ്ഞ് ഉടനെ കുറച്ചധികം മുന്നോട്ട് വന്നാൽ ഇടതുവശത്തായിട്ടാണ് നമുക്ക് ഈ സ്ഥലം കാണാൻ കഴിയുക. ഈ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡിൻ്റെ നവീകരണ പ്രവൃത്തികളൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഓടയുടെ പ്രവൃത്തിയും നടക്കുന്നുണ്ട്. ഈ ഓടയിലേക്കാണ് സ്കൂട്ടർ യാത്രികൻ ഒളവണ്ണ സ്വദേശിയായിട്ടുള്ള നിസാർ മറിഞ്ഞു വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. അതായത് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിസാർ സ്കൂട്ടറിൽ വരികയായിരുന്നു. തൊട്ടപ്പുറത്ത് ഒരു എൽ ബാൻഡ് ഒട്ടിച്ച ഒരു കാറും ഉണ്ടായിരുന്നു. ആ കാറ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇടതുഭാഗത്തേക്ക് തിരിക്കുന്നതിനിടയ്ക്കാണ് സ്കിഡായി എന്ന രൂപത്തിൽ തന്നെ നിസാർ ബൈക്ക് മറയുന്നുണ്ട്, ഇരുചക്ര വാഹനം മറയുന്നുണ്ട്. അതിനുശേഷം ഓടയിലേക്ക് വീഴുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ആ സമയത്ത് ആ കാറിലുണ്ടായിരുന്ന, അതായത് നമ്മൾ ദൃശ്യത്തിൽ കണ്ട എൽ ബാൻഡ് ഒട്ടിച്ച ആ കാറിലുണ്ടായിരുന്നയാൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എന്താ ശരിക്കും സംഭവിച്ചത്? താങ്കൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇൻഡിക്കേറ്റർ നേരത്തെ കൂട്ടിയിട്ടിട്ട് നമ്മളെ 4 വീലർ വണ്ടി മുമ്പോട്ടേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ആ ഇൻഡിക്കേറ്റർ ശ്രദ്ധിച്ചില്ല. 2 വീലറുകാരൻ ഉള്ളി നേരെ കയറി വന്ന് കാറിൻ്റെ മുന്നിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ അയാളെ കാണുന്നത്. അപ്പോൾ അപ്പം തന്നെ നമ്മൾ കണ്ട ഉടനെ തന്നെ നിർത്തി. അദ്ദേഹം ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ കാണാം, പണിയുടെ ഭാഗമായിട്ട് അവിടെ ഫുള്ള് മണലും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് അതിൽ സ്കിഡായിട്ട് പുള്ളി ഇപ്പുറത്തേക്ക് വീണ്. ഈ ഓട തുറന്ന് കിടക്കുന്നതുകൊണ്ട് ആണെങ്കിൽ അതിലേക്ക് വീണ്. അതിൽ കമ്പിയൊക്കെ ഇങ്ങനെ കോർത്ത് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. എന്തോ ഒരു അദ്ദേഹത്തിന്റെ ദൈവാധീനം പരിക്ക് പറ്റിയിട്ടുണ്ടോ? ചെറിയ സാരമായ പരിക്ക് കൊണ്ട് മുമ്പർക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകാൻ കുറെ നിർബന്ധിച്ച് പുള്ളി കൂട്ടാക്കിയില്ല നമ്മളെ കൂടെ വരാൻ. ഇതിപ്പോ താങ്കൾ പിന്നെ വാഹനത്തിന്റെ ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട്. ആ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോൾ പുള്ളിക്ക് ഒരു കൺഫ്യൂഷൻ വന്നതാണോ? അല്ല, നേരത്തെ കൂട്ടി ഇൻഡിക്കേറ്റർ ഇട്ടതാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ നേരത്തെ കൂട്ടി ഇട്ടതാണ്. അത് ആ വിഷ്വലിലും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഡിക്കേറ്റർ ഇട്ടത്. പക്ഷെ പുള്ളി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആശുപത്രി പോയോ? പിന്നെ ആശുപത്രി പോകാൻ വേണ്ടി നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പുള്ളി പോയോന്ന് അറിയില്ല. ഓക്കെ, അതാണ് പ്രതീക്ഷ കാര്യം. നമുക്ക് ഈ ദൃശ്യം ഒന്ന് കൃത്യമായിട്ട് തന്നെ കാണാമെന്ന് തോന്നുന്നു. ഇതാണ് പ്രവൃത്തി നടക്കുന്ന ഭാഗം. ഇതിന് ചുറ്റുമുള്ള ഈ ഭാഗങ്ങളിലുള്ള സ്ഥാപനങ്ങളിലേക്ക് മാത്രം ഉള്ള ഭാഗങ്ങളിലേക്ക് സ്ലാബ് ഇട്ടിട്ടുണ്ട്. പക്ഷേ പണി പൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ സ്ലാബ് ഇടൽ പ്രവൃത്തിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കമ്പികൾ കാണാം. കോൺക്രീറ്റ് ചെയ്തതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന കമ്പികൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഹെൽമറ്റ് വെച്ചിരുന്നു. ആ ഹെൽമറ്റ് വെച്ചതുകൊണ്ട് മാത്രമാണ് ഈ കമ്പിയിൽ തട്ടിയിട്ടും അദ്ദേഹത്തിന് ഒന്നും പറ്റാതെ കൈക്ക് നിസ്സാരമായ പരിക്ക് മാത്രമാണ് പറ്റിയുള്ളൂ. ഒന്നും പറ്റാതെ രക്ഷപ്പെടാൻ കാരണം അദ്ദേഹം ഹെൽമറ്റ് വെച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. വലിയ അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലം തന്നെയാണിത്. കാരണം ഇവിടെ ഇങ്ങനൊരു പ്രവൃത്തി നടക്കുന്നതിന്, എവിടെയെങ്കിലും ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്, യാത്രക്കാർ ശ്രദ്ധിക്കുക, വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള ബോർഡോ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ പ്രദേശത്ത്, ഈ സമീപത്തൊന്നും വെച്ചിട്ടില്ല. എരഞ്ഞിപ്പാലം എന്ന് പറയുന്നത് വലിയ ഗതാഗത തിരക്കുള്ള, എപ്പോഴും നിരന്തരമായി വാഹനങ്ങൾ പോകുന്ന ഒരു റോഡാണ്. ഇരുചക്ര വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം പോകാൻ കഴിയുന്നൊരു സ്ഥലമാണിത്. ഒരു അശ്രദ്ധ കൊണ്ട് മാത്രം ഇങ്ങോട്ടേക്ക് വീഴാനുള്ള സാഹചര്യവും കൂടുതലാണ്. ഇവിടെ നമുക്ക് പൊടികൾ കാണാം. ഈ പൊടികൾ ഒരുപക്ഷെ ഇരുചക്ര വാഹനമൊക്കെ വരുന്ന സമയത്ത് സ്കിഡാവുന്ന തരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പൊടികൾ ഇവിടെ പൊടി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതും ഇദ്ദേഹം ഈ ഓടയിലേക്ക് വീഴാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. അടിയന്തരമായി ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ച് അടിയന്തരമായി പണി പൂർത്തീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അല്ലാത്ത പക്ഷം ഇത്രയും ഗതാഗത കുരുക്കുള്ള, ജനത്തിരക്കുള്ള ഒരു സ്ഥലത്ത് വീണ്ടും അപകടങ്ങൾ വരുത്തി വെക്കാൻ ഇത് കാരണമാകുമെന്നുള്ളതാണ് കാര്യം. പ്രജീഷ്.